Hi guys. സോ നമ്മൾ ഇതുവരെ ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഗോത്രൂ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഡിഫറെൻറ്റ് വേർഷൻസ് ഒക്കെ ഗോത്രൂ ചെയ്തു. അതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും പിന്നെ നമ്മൾ ഗോത്രൂ ചെയ്തത് വാർ വേഴ്സസ് ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ആണ്. പിന്നെ ബ്ലോസ്കോപ്പ് എന്താണ്, ഫങ്ഷണൽ സ്കോപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്തു. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എല്ലാം നന്നായി തന്നെ നമ്മൾ കവർ ചെയ്തു നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആദ്യമായി വാർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് ഒക്കെ നമ്മൾ ഗോത്രൂ ചെയ്തു. എസ്പെഷ്യലി സ്കോപ്പ് കൺഫ്യൂഷൻ വരും, പിന്നെ വിയേർഡ് ഹോസ്റ്റിംഗ് ടൈപ്പ് പാറ്റേൺസ്, ഇതൊക്കെ റിയൽ പ്രോജക്ട്സ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോഴ്സിൽ കാണുന്ന പാറ്റേൺസും സിൻടാക്സിലും എങ്ങനെ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഹാക്കി ബിഹേവിയേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം സ്ട്രിക്റ്റ് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാറിൻ്റെ പല വിയേർഡ് കേസസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ലാംഗ്വേജ് സ്പെസിഫിക് സ്റ്റഫ് മാത്രമല്ല, നമ്മൾ ബ്രൗസർ കോഡ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി പഠിച്ചു. ബ്രൗസർ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു, പിന്നെ കമ്പൈലേഷൻ ചെയ്യണമെന്ന് പഠിച്ചു, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇത് നടക്കുന്നത് മോസ്റ്റ്ലി ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ വഴിയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സ്റ്റാക്കും ഹീപ്പും വഴിയാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിൻ ഇവരെ ഹാൻഡിൽ ചെയ്യുന്നു, ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഇവയെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സോ ഇതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്താൽ എസ്പെഷ്യലി ബിഗിനേഴ്സിന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കാനുള്ള ബേസിക് ചോദ്യങ്ങളാണ് നമ്മളിത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇനി ഗോത്രൂ ചെയ്താണ് പ്രിമിറ്റീവ് വാല്യൂസ്, റെഫറൻസ് വാല്യൂസും. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചിരുന്നു. ഓക്കെ, ഇത് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. കാരണം ഒരുപാട് പേർക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അറേസ് കോപ്പി ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ എന്ന ഡൗട്ട് വരും. ഇതുകൊണ്ടാണ് ബേസിക്കലി നമ്മളത് കവർ ചെയ്ത് ആ ടോപ്പിക്കും കൂടി കവർ ചെയ്തത്. അവസാനം നമ്മൾ ഗോത്രൂ ചെയ്തത് ഗാർബേജ് കളക്ഷനാണ്. സോ മെമ്മറി ലീക്സ് അവോയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഞാൻ പറയുന്നു ലൈക്ക് നമ്മളിനി പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ മെമ്മറി ലീക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽ ടോപ്പിക്സ് ഇനി ഗോയിങ് ഫോർവേഡ് നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ പഠിക്കും. ആക്ച്വലി ഞാനത് പരമാവധി കവർ ചെയ്യാം. ഇപ്പോൾ ഒരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ മതി, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓവറോൾ ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് പാസ്റ്റ്, അതിലെ വീക്ക്നെസ്, അതിനെ ഫിക്സ് ചെയ്യാവുന്ന മോഡേൺ സിൻടാക്സ്, സ്ട്രിക്റ്റ് മോഡ്, പിന്നെ ബ്രൗസർ ഇന്റേണൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എല്ലാം കൂടിയും നമ്മൾ ഗോത്രൂ ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ഞാനിത് പറഞ്ഞിരുന്നു നമ്മൾ ഈ ഗോത്രൂ ചെയ്ത ടോപ്പിക്സ് എല്ലാം സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ ആകണം എങ്കിൽ ഈ ലാംഗ്വേജിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നും പിന്നെ പ്രോപ്പർ കോഡ് എഴുതാനായിട്ട് അറിയണം. സോ നമുക്ക് തിയറി ഭാഗത്തിൽ നിന്ന് തിരിച്ച് പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോവാം. സോ more code JavaScript features, and now we are entering a very important topic called functions. Okay, so functions നമ്മൾ ഓൾറെഡി ഈ കോഴ്സിൽ പല സ്ഥലത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് ഒരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ആക്ച്വലി ഓൾമോസ്റ്റ് എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സെയിം തന്നെയാണ്. പക്ഷേ ഫങ്ഷൻസിൽ നമ്മൾ ഇതുവരെ കവർ ചെയ്തതിലപ്പുറം കൂടുതൽ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം ആക്ച്വലി എന്തൊക്കെയാണെന്നുള്ളത്. സോ ഡിഫറെൻറ്റ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫങ്ഷൻ റൈറ്റ് നൗ ഉണ്ട്. സോ അത് ഗോത്രൂ ചെയ്യാം. നമുക്കറിയുന്നൊരു മോസ്റ്റ്ലി നമുക്ക് ഒരു കോമൺ വേ അറിയാം നമ്മൾ യൂസ് ചെയ്തത്. ബട്ട് അതല്ല അതിൽ കൂടുതൽ ഫങ്ഷൻസ് വേറെ രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആദ്യം ഒരു ബ്രീഫ് റിഫ്രഷർ പറയാം. ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി എന്തൊക്കെ അറിയാമെന്ന് നോക്കാം. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് പിന്നെ ഗോത്രൂ ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഇതാക്കണമെന്നുള്ളത്, ഫങ്ഷൻസിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഡിഫറെൻറ്റ് വേസ് ഓഫ് ക്രിയേറ്റ് എ ഫങ്ഷൻ. ബേസിക്കലി അനോണിമസ് ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അനോണിമസ് ഫങ്ഷൻ ഞാൻ ജസ്റ്റ് ഗോത്രൂ ചെയ്തിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പ്രോപ്പർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അനോണിമസ് ഫങ്ഷനെ കുറിച്ചിട്ട്. സോ എന്തിന് യൂസ് ചെയ്യുന്നു എല്ലാം ക്ലിയർ ആക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇനി അങ്ങോട്ട് പിന്നെ കോൾ ബാക്ക് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഇൻസൈഡ് എ ഫങ്ഷൻ. അതെ, ഫങ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ലൈക്ക് റെസ്റ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ലൈക്ക് അതെന്താണ് അത് റെസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്നും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം. പിന്നെ ലാസ്റ്റത്തെ സം സ്പെഷ്യൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഹെൽപ്പേഴ്സ് ഉണ്ട്, ലൈക്ക് ബൈൻഡ് ഫങ്ഷനൊക്കെ വെച്ചിട്ട്. സോ അത് ബൈൻഡ് ഫങ്ഷനൊക്കെ ബേസിക്കലി ഫങ്ഷൻ്റെ ഉള്ളിൽ ഫങ്ഷനെ ബേസിക്കലി ഫങ്ഷൻ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഫങ്ഷൻസ് തന്നെയാണ് ബൈൻഡൊക്കെ. സോ ഇവ എന്താണ് എപ്പോഴാണ് വേണ്ടത് എന്ന് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ 1 by 1 നമുക്ക് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ടോപ്പിക്സ് എടുത്തിട്ട് നമുക്ക് ഗോത്രൂ ചെയ്യാം. സോ ഈ റോഡ് മാപ്പിൽ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് ഫങ്ഷൻസ് ആണ്. സോ ആദ്യം ക്വിക്ക് സമ്മറി എന്ന് പറഞ്ഞാൽ ഫങ്ഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ ഓൾറെഡി അറിയാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഫങ്ഷൻസ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ
എന്താണ് ഫങ്ഷൻസ് ബേസിക്കലി കോഡ് ഓൺ ഡിമാൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഫംഗ്ഷനിൽ കോഡ് ഡിഫൈൻ ചെയ്ത് വെക്കും, പിന്നെ ആവശ്യമുള്ളപ്പോൾ കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ജാവാസ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് മുഴുവൻ ഒരു പാസ് പോലെ പാസ് ചെയ്തെടുക്കും. അവിടെയുള്ള ഫങ്ഷൻസ് ഡിക്ലറേഷൻസ് ഫൈൻ ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അതിന് ശേഷമാണ് ആക്ച്വൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫംഗ്ഷന് നമ്മൾ എത്ര ടൈംസ് വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതായത് സെയിം കോഡ് മൾട്ടിപ്പിൾ പ്ലേസിൽ നിന്ന് നമുക്ക് റൺ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ അത് ഫംഗ്ഷൻ്റെ സ്കോപ്പിൽ മാത്രമായിരിക്കും ബിലോങ് ചെയ്യുക. ഓക്കെ, സോ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചിരുന്നു. സോ അതൊന്ന് ഓർത്തെടുക്കണം, നല്ലതാണ്. ഓക്കെ, സോ ഫംഗ്ഷനിലേക്ക് നമ്മൾ ബേസിക്കലി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ടേക്ക് ചെയ്യാൻ പറ്റും, റിട്ടേൺ വാല്യൂസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ നിർബന്ധമായിട്ട് വേണമെന്നില്ല, അങ്ങനെയുള്ളതും ഉണ്ട്. ആക്ച്വലി അങ്ങനെ പാരാമീറ്റേഴ്സ് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ റിട്ടേൺ ഒന്നുമില്ലാത്ത എഴുതാത്ത ഫംഗ്ഷൻസും ഉണ്ട്, പാസ് ചെയ്യാവുന്ന ഫംഗ്ഷൻസും ഉണ്ട്. പാരാമീറ്റേഴ്സും റിട്ടേണൊക്കെ ഉള്ള ഫംഗ്ഷൻസും ഉണ്ട്, അതില്ലാത്ത ഫംഗ്ഷനുണ്ട്. ഓക്കെ, സോ ഫംഗ്ഷൻസ് ഡൈനാമിക് ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് കാരണം നമുക്ക് ഡൈനാമിക് ആക്കി മാറ്റാൻ പറ്റും. സെയിം ഫംഗ്ഷന് ഡിഫറെൻറ്റ് ടൈംസ് കോൾ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് പാസ് ചെയ്യാം നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, ആർഗ്യുമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് റിസൾട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതാണ് ഫങ്ഷൻസിൻ്റെ ഒരു രീതി. ഓക്കെ, ഫങ്ഷൻസ് ഡൈനാമിക് ആക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു മെത്തേഡാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഫങ്ഷൻസ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഫംഗ്ഷന് നെയിമിന് ശേഷം പാരാന്തസിസ് ഇടുന്നത് നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടെസ്റ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് എഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബേസിക്കലി അതാണ് ഡയറക്റ്റ് കോൾ. ഇൻഡയറക്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ സംവെയർ അറ്റാച്ച് ചെയ്യുക. ലൈക്ക് ബട്ടൺ ക്ലിക്കിൽ ആഡ് ഇവൻറ്റ്സിലൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത പോലെ അവിടെ നമ്മൾ ഫംഗ്ഷൻസ് കോൾ ഡയറക്റ്റ് ആയാലും എഴുതുന്നത് ഇവൻറ്റ് നടക്കുമ്പോഴാണ് ആ ഫംഗ്ഷൻ റൺ ചെയ്യുന്നത്. സോ അത് നമ്മൾ ഗോത്രൂ ചെയ്തു. അതാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ളത്. സോ ഡയറക്റ്റ് വിളിക്കുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫംഗ്ഷൻ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് അപ്പോൾ തന്നെ എഴുതി കഴിഞ്ഞാൽ പാരാന്തസിസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിനൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ആ ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ ഫംഗ്ഷൻ കോൾ ആവും. അത് ഇൻഡയറക്റ്റ് വേ. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ഇനി വെച്ചാൽ ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ ഡീപ്പറായിട്ട് പഠിക്കാം. ഇതൊരു ഔട്ടർ ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഗോ ത്രൂ ചെയ്യാം ഫംഗ്ഷനെ കുറിച്ച്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.